ഞാൻ മിനിങ്ങാന്ന് അസംബ്ലിയിൽ ഫെൻസിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഫെൻസിങ്ങിനൊക്കെ വേണ്ടി ചിലവാക്കിയേക്കണ തുക സീറോയാണ്. സീറോ. ഗവൺമെൻറ് തന്ന മറുപടി സൗരോർജ വേലിയില്ല, ഫെൻസിങ് ഇല്ല, ആന വരാതിരിക്കാനുള്ള കിടങ്ങില്ല, റെയിൽ ഗാർഡില്ല, ഒന്നുമില്ല. കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് 1 രൂപ പോലും ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടില്ല. പിന്നെ പുതിയ ആധുനികമായ സങ്കേതങ്ങളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അത് പ്രാവർത്തികമാക്കി. ലോകരാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഈ വന്യമൃഗങ്ങൾ ജനാതിർത്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരിച്ചോടിക്കാനുള്ള പുതിയ സങ്കേതങ്ങളുണ്ട്. പഴയതും ചെയ്യുന്നില്ല, പുതിയതും ചെയ്യുന്നില്ല. ഇവിടെ അതാണ് സ്ഥിതി. ഇന്ന് വനംവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് 1972 നിയമത്തിൽ ഭേദഗതി വരുത്താതെ വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ പറ്റത്തില്ല. പ്രതിപക്ഷ നേതാവിന് ഇത് അറിയത്തില്ലേ എന്നുള്ളതാണ്. അല്ലല്ല, അത് മാത്രമല്ലല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ പ്രധാനമല്ല. ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാം? പണ്ടും മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങും. അതിനെ തടയാനുള്ള ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇപ്പം ഞാൻ പോകുന്ന സ്ഥലത്ത് കണ്ണൂരിൽ എത്രയോ നീളത്തിലാണ് മതിലുണ്ടാക്കിയിരിക്കുന്നത്. മതിലുണ്ടാക്കും, കിടങ്ങുണ്ടാക്കും, വേലിയുണ്ടാക്കും, ഇതൊക്കെ ചെയ്യും. ഏറ്റവും ടെൻഷനുള്ള പ്രദേശങ്ങളിൽ. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കടുവയ്ക്ക് 20 ചതുരശ്ര കിലോമീറ്റർ വേണം. ടെറിട്ടോറിയൽ ആനിമലാണ് കടുവ. അപ്പോൾ 354 ചതുരശ്ര കിലോമീറ്ററുള്ള വയനാട്ടിൽ 151 കടുവയുണ്ട്. അവർക്ക് വേണ്ടത് 3000 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ ചെറുപ്പക്കാർ വന്ന് പ്രായമുള്ളവരെ അടിച്ചോടിക്കും. അവരെ ഇര പിടിക്കാൻ പറ്റാതാകുമ്പോൾ നാട്ടിലിറക്കി ഇറങ്ങി പശുവിനെയും പട്ടിയെയും ആടിനെയും മനുഷ്യനെയും കൊന്നു. കേന്ദ്ര ഗവൺമെൻറ്റും ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുമായിട്ട് ആലോചിച്ച് കൂടുതലുള്ള കടുവകളെ ഇവിടെ നിന്ന് പിടിച്ച് മറ്റ് കടുവകൾ കുറവുള്ള ടൈഗർ റിസർവിലേക്ക് കൊണ്ടുപോകാം. ആലോചിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അല്ല, ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചാൽ ഇപ്പോൾ ഈ കടുവ മാത്രം പോരല്ലോ, കടുവയ്ക്ക് ഇരകളും വേണം. ഒരു കടുവയ്ക്ക് ഒരു 55 മാനെങ്കിലും വേണം ഒരു വർഷം. അപ്പോൾ ഈ 150 കടുവയ്ക്കുള്ള ഇര അവിടെ ഉണ്ടോ ഇല്ലെന്നൊക്കെ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പരിശോധിക്കണം. ഒരു ടെറിട്ടോറിയൽ ആനിമൽ 20 ചതുരശ്ര സ്ക്വയർ കിലോമീറ്ററിൻ്റെ അകത്തേക്ക് വേറെ ആണിനെ പ്രവേശിപ്പിക്കില്ല. മനസ്സിലായേ? മാർക്ക് ചെയ്ത് വെച്ചേക്കുക. നന്നായി യുദ്ധം ചെയ്ത് ഒരാൾ പോകണം. ഒരാൾ പുറത്തു പോയാൽ അയാൾ നാട്ടിലേക്ക് ഇറങ്ങുക. ഇതൊക്കെ ഈ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാം വൈൽഡ് ലൈഫ് ആക്ടിൽ ഭേദഗതി വരുത്തണം. ഞങ്ങളല്ലേ അത് ആദ്യം പറഞ്ഞത്. ആദ്യം ഞങ്ങളാണ് പറഞ്ഞത് ഭേദഗതി വരുത്തണം. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല. ഇവിടെയും ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടതിന് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ ആന കാട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് ചോദിക്കുന്ന വനം മന്ത്രിയുള്ള നാടാണ് കേരളം. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലായേ? ഇതല്ല പ്രശ്നം. പ്രശ്നത്തെ ഗൗരവത്തോടുകൂടി ഗവൺമെൻറ് കാണുന്നില്ല. പിന്നെ ഈ ഭൂമി പ്രശ്നവും കാർഷിക പ്രശ്നവും അതൊക്കെ വെറുതെയാണ്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം, നിങ്ങൾ രാവിലെ പറയും ഏതെങ്കിലും, നിങ്ങളെന്ന് വെച്ചാൽ ഒരാളെ ഉദ്ദേശിച്ചല്ല, KPCC പ്രസിഡന്റ് മാറ്റും. അന്ന് മുഴുവൻ അതാ ചർച്ച. പിറ്റേ ദിവസം പറയും KPCC പ്രസിഡന്റ് മാറ്റുന്നില്ല, അതുകൊണ്ട് അത് ചർച്ചയാക്കും. മൂന്നാമത്തെ ദിവസം ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പറയും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ സ്വരച്ചേർച്ചയില്ല. ഞങ്ങളിത് രണ്ടുപേരും കൂടി കണ്ടിരുന്ന് ചിരിക്കുകയാണ്. ഈ വാർത്ത കണ്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഒരു തരത്തിലും. ഒന്ന് പിണങ്ങിയിട്ട് പോലുമില്ല. അല്ല, അതൊന്നും ഞങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അതൊക്കെ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ നിങ്ങളുടെ വാർത്തകളാണ്. ഞാനൊരു കാര്യം, ഞാനും രമേശ് ചെന്നിത്തലയും കൂടി ഒരുമിച്ചൊരു പത്രസമ്മേളനം നടത്തി. ബ്രൂവറിയെക്കുറിച്ചും PP കിറ്റിനെ കുറിച്ചും 3 പ്രധാനപ്പെട്ട അഴിമതികൾ വന്നു. ബ്രൂവറി, PP കിറ്റ്, KFC. കൺവിൻസിംഗ് ആയിട്ടുള്ള തെളിവുകൾ ഞങ്ങൾ കൊണ്ടുവന്നു. എത്ര പേര് ചർച്ച ചെയ്തു. ഇതിന് വേറൊരു അജണ്ടയും കൂടിയുണ്ട്. നിങ്ങളറിയാതെ അതിൽ പെട്ടുപോകരുത് എന്നാണ് മാധ്യമങ്ങളോട്. സർക്കാരിനെ തന്നെ അത് നിങ്ങളെന്തിനാ 4 ദിവസം സെലിബ്രേറ്റ് ചെയ്യണ്? ഞാൻ കൊള്ളരുതാത്തവനാണെന്നൊന്നും അല്ലല്ലോ പറഞ്ഞത്. CPM അല്ല. എനിക്കെതിരെ വിമർശനം ഉണ്ടാവും പാർട്ടിയിൽ. ഞാൻ ഇതിനു മുമ്പുള്ള നേതാക്കന്മാരെ പാർട്ടിക്കകത്ത് വിമർശിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ 4 ദിവസം സെലിബ്രേറ്റ് ചെയ്തപ്പോൾ പോയത് എന്താ? ബ്രൂവറിയും പോയി, PP കിറ്റും പോയി, KFCയും പോയി. ആരാ ജയിച്ചത്? അജണ്ട മാറ്റാൻ, നിങ്ങളുടെ അജണ്ട മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഫീഡിങ്സ് കംപ്ലീറ്റ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പരാതിയില്ല, പരിഭവമുണ്ട്. പരാതിയില്ല. അങ്ങനെ ഒരു പട്ടികയില്ലെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയാതെ പട്ടിക പോവോ? കേരളത്തിൽ നിന്ന് പോവോ എന്ന് വിചാരിക്കണ്ട.
ഞാനറിയാതെ ഒരു പട്ടിക കേരളത്തിൽ നിന്ന് പോകുമെന്ന് വിചാരിക്കണ്ട. ഒരു പട്ടികയില്ലെന്ന് ഞാനല്ല പറഞ്ഞു. ആ എന്തെന്ന് പറഞ്ഞു ഇല്ലെന്ന്. അത് തന്നെ ഞാനും സുധാകരൻ അറിയാതെ ഇവിടുന്ന് പട്ടിക തയ്യാറാക്കി പോകും. ഞങ്ങളെല്ലാം ലീഡർഷിപ്പിലുള്ള രണ്ടുപേര് കേരളത്തിൽ, ഒരാൾ CLP ലീഡർ, ഒരാൾ PCC പ്രസിഡന്റും. ഞങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തിട്ടില്ല, ഞങ്ങളോട് ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇവിടുന്ന് ഒരു പട്ടികയും പോയിട്ടില്ല. വെറുതെ അതിൻ്റെ ഒന്നും പുറകെ പോവല്ലേ, മറ്റേൻ്റെ പുറകെ പോകും. അല്ല, അതൊന്നും നടപ്പാക്കില്ല. കേരളത്തിൽ അത് നടപ്പാക്കാൻ സമ്മതിക്കില്ല. ഞാൻ ഒറ്റ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചല്ലോ. മുഖ്യമന്ത്രി പറയുന്നത് ബിസിനസ്സാണ്, ഇൻവെസ്റ്റ്മെൻ്റാണ്, അപേക്ഷ തന്നു കൊടുത്താണ്. ഇവർ മാത്രം എങ്ങനെ അപേക്ഷ തന്നു? പാലക്കാടുള്ള ഡിസ്റ്റിലറികൾ പോലും അറിഞ്ഞില്ല, കേരളത്തിലെ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല, മധ്യപ്രദേശിലും പഞ്ചാബിലും ഒരു കമ്പനി മാത്രം ഇതറിയുന്നു. ഇങ്ങനെ കേരളത്തിൽ ഇത് കൊടുക്കാൻ പോവാണ്. അതിന് ഉത്തരം പറയട്ടെ ആദ്യം. അല്ല, ആ ഗോവിന്ദൻ മാഷ 200 ദശലക്ഷം ലിറ്ററാണ് മലമ്പുഴ അണക്കെട്ടിൻ്റെ കപ്പാസിറ്റി. ആ പ്രദേശത്ത് ആവശ്യമായ കുടിവെള്ളം 400 ദശലക്ഷം യൂണിറ്റാണ്. അപ്പോൾ 200 മില്യൺ യൂണിറ്റിൻ്റെ കുറവ് അവിടെയാണ്. ഈ സാധനം വന്നാൽ ഒരു ദിവസം 80 ദശലക്ഷം യൂണിറ്റ് വേണം. ഗോവിന്ദന്മാർ പറയും മഴവെള്ള സംഭരണിയാണ്, ആളെ കളിയാക്കാൻ പറയുന്നത്.